രഞ്ജി ട്രോഫി ഫൈനൽ മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. മത്സരം തുടങ്ങാൻ പോകുന്നു. കേരളത്തിന് ആവേശം പകരുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, കേരളത്തിന്റെ അണ്ടർ-16, അണ്ടർ-14 താരങ്ങളാണ്. ഇത് കണ്ടോ, ഇന്ന് ഗാലറിയിൽ കൂടുതൽ മുഴങ്ങുക മലയാളത്തിന്റെ ശബ്ദമായിരിക്കും. അപ്പോൾ അവർ നയിക്കുന്നത് ശ്രീ അഭിഷേകാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഗാലറി ചിയർ ചെയ്യാതെ കേരളത്തിന് വേണ്ടി ചിയർ ചെയ്യുക. പിന്നെന്താ, ഇവർക്കൊരു എക്സ്പീരിയൻസ് ആണ് പ്ലേയേഴ്സിന്. ഇവർ അടുത്ത ഫ്യൂച്ചറാണ് കേരളത്തിന്റെ. അപ്പോൾ ഇവർക്ക് കളി കാണുക, കേരളത്തിനെ സപ്പോർട്ട് ചെയ്യുക, മാച്ചിൽ നിന്ന് കുറേ എക്സ്പീരിയൻസ് കിട്ടുക, ഇവർക്ക് വരിക, അടുത്ത ഫ്യൂച്ചർ അവരാണ്. അതാ ഉദ്ദേശം. താരങ്ങൾ എന്ത് പറയുന്നു? നമ്മൾ ഇന്നലെ അവസാനിക്കുമ്പോൾ 3-331, നമുക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വേണം. എത്രത്തോളം സാധ്യതകളാണ് നിങ്ങൾ കാണുന്നത്? ഇനിയുള്ള ബാറ്റ്സ്മാൻമാർ കുറെ പേര് ഇറങ്ങാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കുന്നില്ല. പിന്നെ സച്ചിൻ ബേബിയും സൽമാൻ സാർ, അസറുദ്ദീനൊക്കെ നല്ല ഫോമിലായതുകൊണ്ട് പേടിക്കുന്നില്ല. ഒന്നുമില്ല, കളി തൂക്കും, അത്ര ഉറപ്പാണ്. ജയിക്കും, കളി ലീഡടിക്കും, ഉറപ്പാണ്. ഇതുവരെയുള്ള കളി എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 379 വരെയൊക്കെ പോയി. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചു, നമ്മൾ സുഖമായിട്ട് ലീഡടിക്കും, അത്രേ ഉള്ളൂ. സുഖം, വലിയ സ്കോർ വന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല. സുഖം, അതൊന്നുമില്ല. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ മാച്ചാണ്. അതായത് കേരളം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫൈനൽ കളിക്കാൻ പോകുന്നത്. ഭാവിയിൽ കൂടുതൽ ഫൈനൽ കളിക്കുന്ന താരങ്ങളാണ് നിങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ മത്സരത്തിൽ നിന്നും പഠിക്കാൻ പോകുന്ന പാഠം എന്താണ്? അങ്ങനെയൊന്നുമില്ല, ഇവര് കളിക്കണം തന്നെ നമ്മൾ നോക്കിക്കോ. അത് എങ്ങനെയാണ് അവർ കളിക്കണത് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക നമ്മുടെ കളിയിൽ. നമ്മൾ അവര് പഠിക്കണമല്ല, നമ്മൾ നോക്കി. ബാറ്റ്സ്മാനാണോ ബോളറാണോ? ഞാൻ ബാറ്റിംഗ് ഓർഡറുണ്ട്. ടോപ്പ് ഓർഡറാണോ? ടോപ്പ് ഓർഡറല്ല, മിഡിൽ ഓർഡർ. എന്തും ചെയ്യുന്നു, നമ്മളൊന്നും ചെയ്യും. അവന്റെ ഫീൽഡ് പ്ലേസ്മെന്റ്, പിന്നെ ബാറ്റിംഗ് ശൈലി, അവന്റെ പേഷ്യൻസ്, അതെല്ലാം നോക്കി. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഫീൽഡർ ആരാളുള്ളത്? ആരെങ്കിലും ഉണ്ടോ എടുത്തു പറയാൻ? കാരണം ഇന്നലെ രോഹൻ കുന്നുമുള്ളൊരു തകർപ്പൻ ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? അത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ല ഫീൽഡിൽ നല്ലോണം നിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ഫീൽഡിംഗ് ഗംഭീരമാണോ? നമുക്ക് കളി കാണുമ്പോൾ തോന്നിയത് അതാണ്. കളി നേരിട്ട് കാണുകയാണല്ലോ ഈ സീസണിൽ. അപ്പോൾ എന്താണ് ഫീൽഡിംഗ് നിന്ന് ഗംഭീരമാണോ? എക്സ്ട്രോണറി ഫീൽഡിംഗ് ആണ് കേരളത്തിന്റെ. സ്ലിപ്പിലായാലും ഔട്ട് ഫീൽഡിലായാലും ഇൻഫീൽഡിലായാലും നല്ല ക്വിക്കായിട്ട് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് അടിക്കും, ഉറപ്പല്ലേ? അപ്പോൾ വി വിൽ വിൻ. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ യുവ തുർക്കികളാണ് നമുക്കൊപ്പം ചേർന്ന് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേർന്നത്. ഭാവിയിൽ ഇത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് നമ്മൾ കേരളം ഫൈനൽ കളിക്കുന്നു. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉറപ്പായിട്ടും എടുക്കുമെന്ന് പറയുന്നു കുട്ടികൾ. അത്രയധികം ആത്മവിശ്വാസത്തിലാണ്. ഭാവിയിൽ കേരളം കൂടുതൽ ഫൈനൽ കളിക്കും. അവിടെ ഇവരൊക്കെ തന്നെ ഉണ്ടാകും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ക്യാമറാമാൻ വിനായനൊപ്പം അനൂപ് ഷൺമുഖൻ, റിപ്പോർട്ടർ വിദർഭ.